ഹായ് ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാ കുറേ ചെറിയുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ കുറച്ച് കാന്താരി മുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ വെളുത്തുള്ളി, ഇതൊന്ന് കല്ലിൽ ചതച്ചെടുക്കും. ഇതാ ഒരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചു. ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ലേശം കടുക് ഇട്ട് കൊടുത്തു. ഇതാ ചതച്ചതൊക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില, ഇതായി കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ലേശം ഉപ്പിട്ട് കൊടുത്തു. ഇനി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതാ വേവാനുള്ള വെള്ളം, ലേശം ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഓയിൽ ഒഴിച്ചു. ഇതാ കുറച്ച് ചെറിയ ഉള്ളി, ഇതാ ഒരു ചെറിയ കഷ്ണം, ഇത്തിരി വലിയ കഷ്ണം തന്നെ ഇഞ്ചി, 2-3 വെളുത്തുള്ളി അല്ലി, ഇതാ കുറച്ച് കാന്താരി മുളക്, തേങ്ങ, ഇതാ കുറച്ച് കറിവേപ്പില, ഇതാ ഞാൻ ലേശം വാളൻപുളി ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പിട്ടു. ഇതാ ഒരു ജാറെടുത്തു. ഇതാ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഇങ്ങനത്തെ റെസിപ്പീസ് ഒത്തിരി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതർ വ്ളോഗ്സിൽ. ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട്. ഇതാ ലഞ്ച് ബോക്സിനും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സംഭവമാണ്. കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാകും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ.